നമസ്കാരം, ഞാൻ സാൻഡ്ര, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് അറ്റ് ഉനാഫ് മൈൻഡ് ആൻഡ് ബിഹേവിയർ സെന്റർ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ലവ് ലാംഗ്വേജസിനെ കുറിച്ചിട്ടാണ്. ലവ് ലാംഗ്വേജസ്, സ്നേഹഭാഷകൾ. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് ഭാഷകളും ഉള്ള പോലെ തന്നെ സ്നേഹബന്ധങ്ങളിലും, അതായത് റിലേഷൻഷിപ്സിലും നമുക്ക് ഓരോ ലവ് ലാംഗ്വേജസ് ഉണ്ട്. പലപ്പോഴും പാർട്ട്നേഴ്സ് ഇപ്പോൾ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നതാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു കൺസേൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് എൻ്റെ പാർട്ട്ണർ എന്നെ സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഐ ഡോണ്ട് ഫീൽ ലവ്ഡ്, അല്ലെങ്കിൽ ഇപ്പോൾ അയാൾക്ക് എന്നോട് സ്നേഹമില്ല, അയാൾക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ പാർട്ട്ണറിൻ്റെ ലവ് ലാംഗ്വേജിന് അനുസൃതമായിട്ട് നമ്മൾ അവരെ സ്നേഹിക്കാത്തത് കൊണ്ടും ആകാം. അപ്പോൾ ലവ് ലാംഗ്വേജ് ഒരു റിലേഷൻഷിപ്പിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു അറബിയുടെ അടുത്ത് ചെന്നിട്ട് നമ്മൾ മലയാളത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അത് ഒരു രീതിയിലും അവർക്ക് മനസ്സിലാവില്ല. അതുപോലെ തന്നെ തിരിച്ചും ഒരു മലയാളിയുടെ അടുത്തും അറബിയിൽ സംസാരിക്കാൻ ശ്രമിച്ചാലും ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഒട്ടും സക്സസ്ഫുൾ ആവില്ല, അല്ലെങ്കിൽ അവർക്ക് ആ ഇൻഫർമേഷൻ തമ്മിൽ പാസ് ചെയ്യാനൊന്നും കഴിയില്ല. അതുപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പിലും നമ്മുടെ ലവ് ലാംഗ്വേജ് എന്താണ് എന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരു വൈഫ് ഒരു ഇൻസിഡൻറ്റ്, അതായത് ഒരു വൈഫ് എപ്പോഴും എൻ്റെ ഒരു വൺ ഓഫ് മൈ ഫ്രണ്ട്സാണ്. അപ്പോൾ പുള്ളിക്കാരത്തി പറയുന്നൊരു കാര്യം, എൻ്റെ ഹസ്ബൻഡിന് എന്നോട് സ്നേഹമില്ല, അല്ലെങ്കിൽ ഒരു രീതിയിലും എന്നെ സ്നേഹിക്കണില്ല. പക്ഷേ ഹസ്ബൻഡിൻ്റെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം പറയുന്നത്, ഞാൻ അവളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്, ഞാൻ അവൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, എന്നിട്ടും അവൾ എന്താണ് ഇങ്ങനെ എന്നോട് സ്നേഹമില്ല എന്ന് പറയണത് എന്തുകൊണ്ടിട്ടാണെന്ന്. പക്ഷേ പിന്നീട് നമ്മൾ സംസാരിച്ച് വന്നപ്പോഴേക്കും വൈഫ് പറഞ്ഞൊരു കാര്യം ഇതാണ്, എൻ്റെ അടുത്ത് എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ എൻ്റെ അടുത്ത് സമയം ചെലവഴിക്കുകയോ, അല്ലെങ്കിൽ ഒന്ന് കൈ പിടിക്കുകയോ, അല്ലെങ്കിൽ എന്നെ കെട്ടിപ്പിടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യണമൊന്നുമില്ല. അപ്പോൾ ആ വ്യക്തിയുടെ, അതായത് വൈഫിൻ്റെ ലവ് ലാംഗ്വേജ്, അല്ലെങ്കിൽ പുള്ളിക്കാരത്തിക്ക് സ്നേഹം പ്രകടനം ഒരു ഇതുപോലെ സമയം ചെലവഴിക്കുന്നതോ അല്ലെങ്കിൽ അതും ആയിരിക്കാം. അതായതുകൊണ്ടിട്ടാണ് ഹസ്ബൻഡ് ഇപ്പോൾ എത്രത്തോളം ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാലും ഷീ ഈസ് നോട്ട് ഫീലിംഗ് ലവ്ഡ്. അപ്പോൾ അതൊരു കാരണമാണ്. അപ്പോൾ ലവ് ലാംഗ്വേജസിനെ പറ്റി പറയുമ്പോൾ പ്രധാനമായും 5 ലവ് ലാംഗ്വേജ് ആണ് ഉള്ളത്. അതിൽ ആദ്യത്തേത് വേർഡ്സ് ഓഫ് അഫർമേഷൻ എന്ന് പറയും. വേർഡ്സ് ഓഫ് അഫർമേഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ലവ് ലാംഗ്വേജ് ഉള്ള ഒരു പാർട്ട്ണർ ആ വ്യക്തിക്ക് എപ്പോഴും വാക്കുകളിലൂടെ സ്നേഹം പ്രകടമായിട്ട് കിട്ടണമെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരാളെ, നമ്മുടെ പാർട്ട്ണറിനെ അപ്രിഷ്യേറ്റ് ചെയ്യുക, അതായത് അല്ലെങ്കിൽ ഇപ്പോൾ കോംപ്ലിമെൻറ്റ് ചെയ്യുക, വാക്കുകളിലൂടെ നമ്മൾ അവരെ സ്നേഹം സംസാരിക്കുക, വാക്കുകളിലൂടെ ആ സ്നേഹം നമ്മൾ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അവർ നല്ലൊരു ഔട്ട്ഫിറ്റൊക്കെ ഇട്ട് വന്നിട്ട്, അല്ലെങ്കിൽ നല്ലൊരു അറ്റയറിൽ വന്നാൽ നമ്മളവരെ കോംപ്ലിമെൻറ്റ് ചെയ്യുക, യു ലുക്ക് റിയലി ബ്യൂട്ടിഫുൾ, ആ രീതിയിൽ സംസാരിക്കുക. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഐ ലവ് യു, ഐ മിസ് യു എന്നുള്ള തുടങ്ങിയ മെസ്സേജസ്, ഈവൻ ഡ്യൂറിങ് യുവർ കോൺവെർസേഷൻ, അതൊക്കെ നമുക്ക് അതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പം അതായിരിക്കാം ആ പാർട്ട്ണറിൻ്റെ ലവ് ലാംഗ്വേജ്. അപ്പോൾ അതൊരു വൺ ലവ് ലാംഗ്വേജ് ആണ്, വേർഡ്സ് ഓഫ് അഫർമേഷൻ. അതുപോലെ തന്നെ ഇതിൽ പ്രത്യേകമായിട്ടും ഇപ്പോൾ നമ്മുടെ പാർട്ട്ണർ കുറച്ച് ലോ ആയിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ അവരോട് സംസാരിക്കുക, കാര്യങ്ങൾ ചോദിക്കുക, അത് മനസ്സിലാക്കുക, അത് റിസോൾവ് ചെയ്യുക, അവരെ ലിസൺ ചെയ്യുക, അവരോട് സംസാരിച്ച് എംപത്തൈസ് ചെയ്യുക. അപ്പോൾ തുടങ്ങിയ ഇതൊക്കെ അവർക്ക് ആ പാർട്ട്ണറിന് അതായിരിക്കാം അവരുടെ ഒരു ലവ് ലാംഗ്വേജ്. ഓക്കെ, സംസാരിക്കുക, വാക്കുകളിലൂടെ സ്നേഹം പ്രകടിപ്പിക്കുക. ഓക്കെ, അപ്പോൾ അത് ഒരു ലവ് ലാംഗ്വേജ്, വേർഡ്സ് ഓഫ് അഫർമേഷൻ. അടുത്തൊരു ലവ് ലാംഗ്വേജ് ആണ് ക്വാളിറ്റി ടൈം. ക്വാളിറ്റി ടൈം എന്ന് പറയുമ്പോൾ സമയം എന്ന് പറയുമ്പോൾ വെറുതെ ഒരു സമയമല്ല, വളരെ അൺഡിവൈഡഡ് ആയിട്ടുള്ളൊരു അറ്റൻഷൻ നമ്മുടെ പാർട്ട്ണറിന് അവർക്ക് ആവശ്യമായിട്ടുണ്ടാവും. അങ്ങനെ ഒരു ലവ് ലാംഗ്വേജ് ഉള്ള ആൾക്ക് അൺഡിവൈഡഡ് അറ്റൻഷൻ എന്ന് പറയുമ്പോൾ, നമ്മളിപ്പം നമ്മുടെ പാർട്ട്ണർ നമ്മുടെ അടുത്തൊരു കാര്യം സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഒരു തിരക്കിലായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ പാർട്ട്ണർ നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് ഒരു കാര്യം സംസാരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഫോണിലായിരിക്കാം. ഉദാഹരണത്തിന് ഫോണിലാണെങ്കിൽ നമ്മൾ ഫോണിൽ നോക്കിയിട്ട് ഓക്കെ പറഞ്ഞോളൂ, സംസാരിക്കൂ. നമ്മളപ്പോൾ അവിടെ അവർക്കൊരു അറ്റൻഷൻ, ഒരു അൺഡിവൈഡഡ് അറ്റൻഷൻ നമ്മൾ അവർക്ക് കൊടുക്കുന്നില്ല.
അപ്പോൾ അവർക്ക് മാത്രമായിട്ടൊരു അറ്റൻഷൻ നമ്മളവിടെ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ മാക്സിമം നമ്മുടെ ബാക്കി തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് ഒത്തിരി ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ അവരെ ഒരു ഐ കോണ്ടാക്ട് കൊടുക്കുക, അവരെ നോക്കുക. അതുപോലത്തെ ബോഡി ലാംഗ്വേജ്, പോസ്ചർ ആണെങ്കിലും അവരോട് ഫേസ് ചെയ്ത് ഇരിക്കുക, സംസാരിക്കുക. അങ്ങനെയുള്ളൊരു സ്പേസ് നമ്മൾ ഓക്കെ വി ആർ റെഡി ടു give time to them or we are ready to listen them what they are saying. അങ്ങനെ ഒരു ക്വാളിറ്റി ടൈം നിങ്ങൾക്കിടയിൽ അതൊരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ക്വാളിറ്റി ടൈം എന്ന് പറയുമ്പോൾ ഒരുമിച്ചിരുന്ന സമയം, നിങ്ങൾക്കായിട്ടുള്ളൊരു സമയം നിങ്ങളെപ്പോഴും ചെലവഴിക്കുക. നിങ്ങളിപ്പോൾ നിങ്ങളായിട്ടുള്ളൊരു നിങ്ങളുടേതായിട്ടുള്ളൊരു സ്പേസ്, ഒരു കപ്പിൾ സ്പേസ് എപ്പോഴും നിങ്ങൾ കണ്ടെത്തുക. യു ഹാവ് ടു ഫൈൻഡ് ഇറ്റ്. അപ്പോൾ അതൊരു ലവ് ലാംഗ്വേജ് ആണ്. അതുപോലെ തന്നെ വേറൊരു ലവ് ലാംഗ്വേജ് ആണ് ആക്ട്സ് ഓഫ് സർവീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ആക്ട്സ് ഓഫ് സർവീസിൽ നമ്മൾ ചിലപ്പോൾ അങ്ങനെ ഒരു ലവ് ലാംഗ്വേജ് ഉള്ള ഒരു പാർട്ട്ണറിന് അവരെപ്പോഴും അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അവരുടെ ഒരു ലവ് ലാംഗ്വേജ്. അതായത് ഇപ്പോൾ അവർക്കത് ഭയങ്കര ഇഷ്ടമായിരിക്കും. അതായത് അവരെ സഹായിച്ചു കൊടുക്കുക. ചിലപ്പോൾ വീട്ടിൽ ജോലികൾ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് അവരെ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ബില്ല് ഇപ്പോൾ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മുടെ പാർട്ട്ണറെ ഹെൽപ്പ് ചെയ്യുക. അതായത് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഒരു പാർട്ട്ണർഷിപ്പിൽ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ അല്ലാതെ ഉള്ള അവരുടെ മറ്റ് കാര്യങ്ങളിൽ ഇപ്പോൾ മേ ബി വർക്കിൽ അവരുടെ ഏതെങ്കിലും പ്രോജക്റ്റ് എന്തെങ്കിലും കാര്യങ്ങൾ അവരെ സഹായിക്കുക, അവരെ കൂടുതലും ഒരു ഹെൽപ്പ് ചെയ്യുക, അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചൊന്ന് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു ലവ് ലാംഗ്വേജും ഉണ്ട്. അതിന് നമ്മൾ ആക്ട്സ് ഓഫ് സർവീസ് എന്ന് പറയുന്നത്. എന്നാൽ നെക്സ്റ്റ് ലവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ റിസീവിങ് ഗിഫ്റ്റ്. അതായത് ഇപ്പോൾ ചിലവർക്ക് ഈ സർപ്രൈസസ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇപ്പോൾ സർപ്രൈസ് ചിലപ്പോൾ വളരെ നമ്മളിപ്പോൾ ബർത്ത്ഡേ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതുപോലത്തെ സ്പെഷ്യൽ ഒക്കേഷൻസിൽ സർപ്രൈസ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ പാർട്ട്ണറിന് എന്തെങ്കിലും ഒരു പ്രൊമോഷൻ കിട്ടി, അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് സർപ്രൈസിലൊക്കെ കിട്ടി, ആ ഒരു സമയത്ത് നമ്മൾ അവരെ സർപ്രൈസ് ചെയ്യാം, ഗിഫ്റ്റ് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഗിഫ്റ്റിനേക്കാൾ ഉപരിയായിട്ട് അവർക്ക് ഇഷ്ടം തോന്നുന്നത്, അവർക്ക് ഫീൽ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനൊക്കെ ചെയ്തതിന് നമ്മളെടുത്ത എഫേർട്ട്, നമ്മളെടുത്ത ടൈം, നമ്മൾ കൊടുത്ത ടൈം, ഇതൊക്കെയാണ് അവർക്ക് അവരുടെ ലവ് ലാംഗ്വേജ്. അതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലവ് ലാംഗ്വേജ് ആണ്, ദാറ്റ്സ് ദ ഫിഫ്ത്ത് ലവ് ലാംഗ്വേജ്, ഫിസിക്കൽ ടച്ച്. ഫിസിക്കൽ ടച്ച് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് എപ്പോഴും അത് സെക്ഷുവലി ആവണം എന്നില്ല. ഇറ്റ് ക്യാൻ ബി ഹോൾഡിങ് ഹാൻഡ്സ്, ചിലപ്പോൾ കഡ്ലിങ്, ഹഗ്ഗിങ് ആയിരിക്കാം, ചിലപ്പോൾ നമ്മൾ ഒന്ന് ഷോൾഡറിൽ പാറ്റ് ചെയ്യണതായിരിക്കാം, അല്ലെങ്കിൽ മേ ബി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തലയിലൂടെ ഇങ്ങനെ ഫിംഗേഴ്സ് ഒന്ന് മൂവ് ചെയ്യുന്നതൊക്കെ ആയിരിക്കാം. സോ ലൈക്ക് ദാറ്റ്. അപ്പോൾ അങ്ങനത്തെ ഒരു ലവ് ലാംഗ്വേജ് ഇപ്പം അപ്പോൾ അവർക്ക് അതായിരിക്കാം അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. അപ്പം അങ്ങനെ ഓരോ ലവ് ലാംഗ്വേജ്, നമ്മളുടെ പാർട്ട്ണറിൻ്റെ ലവ് ലാംഗ്വേജ് എന്താണ് എന്നുള്ളത് നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ അത് അറിഞ്ഞാൽ തന്നെ നമുക്ക് അതനുസരിച്ചിട്ട് നമുക്ക് രണ്ടുപേരും ദേ ഷുഡ് നോ ദെയർ ലവ് ലാംഗ്വേജസ് ബോത്ത്. രണ്ട് റിലേഷൻഷിപ്പിലുള്ള രണ്ട് പാർട്ട്നേഴ്സും അവർ തമ്മിൽ അവരുടെ മറ്റൊരാളുടെയും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ലവ് ലാംഗ്വേജ് അറിയണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ അറിഞ്ഞ് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് വളരെ ഹാപ്പി ആയിട്ടും വളരെ ഹെൽത്തി ആയിട്ടും വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. താങ്ക് യു.